വാവാസ് കുസീനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ദോശ കഴിച്ചു മടുക്കുന്നു, ഇഡലി കഴിച്ചു മടുക്കുന്നു, പുട്ട് കഴിച്ചു മടുക്കുന്നു എന്നൊക്കെ പരാതി പറയുന്നവർക്ക് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ശൗരി അല്ലെങ്കിൽ സാബുദാന ശൗരി വെച്ച് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അടിപൊളിയാണ്. അപ്പം ഇത് വെച്ച് എങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് നമുക്കൊന്ന് നോക്കാം. ഇതിനൊരു പാത്രം ശൗരി സാബുദാന ഈ പാത്രത്തിലോട്ട് ഇടാം. അതിന് നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 3-4 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് വെക്കണം. അത് കുതിരാനായിട്ട് അടച്ചു വെക്കാം. ഒലുവയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒലുവയിനകത്തോട്ട് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് വൃത്തിയാക്കി ഒന്ന് മൊരിച്ചെടുക്കാം. ഒന്ന് സാബുദാന ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാം. ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് അരി വെച്ച് ദോശ, ഗോതമ്പ്, പുട്ട് എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് നമുക്ക് സാബുദാന വെച്ച് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ്. ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഒന്ന് മൊരിയട്ടെ. അത് മൊരിയുന്ന നേരത്തിന് നമുക്ക് ഈ കാഷ്നട്ട് ഒന്ന് പൊളിച്ചെടുക്കാം. തോലല്ല കാഷ്നട്ടാണ് കാണിച്ചത്. അപ്പൊ അതിന്റെ പുറത്തെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇന്ന് കപ്പലണ്ടിക്ക് പകരം നമ്മൾ ഇതിലിടുന്നത് കാഷ്നട്ട്. കപ്പലണ്ടി ഇട്ട് ഞാനൊരു സാബുദാന ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോയിൽ. കാഷ്നട്ട് ഇട്ട് അതിലും നല്ല ടേസ്റ്റാണ്. കാഷ്നട്ട് ഇതിലൂടെ 2 ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്ത് നല്ലൊരു ഉപ്പുമാവ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതെല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് പൊളിച്ചെടുക്കും. ഞാനത് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മുളക് പൊടിയാണ് ഇടുന്നത്. ഇത് സ്പൈസി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനകത്ത് ഞാൻ പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ മുളക് പൊടിയായിട്ട് ഒരു കളർ കിട്ടും. അതുകൂടെ ഒന്ന് മൊരിയട്ടെ. ഇനി 1 സ്പൂൺ സൺഫ്ലവറിന്റെ സീഡ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വറുത്ത് വെച്ചതാണ്. അതുകൂടെ അതിനകത്ത് മൊരിക്കാം. ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച കാഷ്നട്ട് ഇട്ട് കൊടുക്കും. കപ്പലണ്ടിക്ക് പകരം കാഷ്നട്ട് അതിന് ഇടില്ല. ഓക്കെ, അതെല്ലാം കൂടെ ഒന്ന് മൊരിയും. അതിനകത്തോട്ട് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരല്പം പഞ്ചസാര അതില്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന സാബുദാന ഇട്ട് കൊടുക്കണം. ഇത് ഇങ്ങനെ മാറി മാറി കിടക്കണം. ഓക്കെ, സാബുദാന ഇട്ട് കൊടുക്കണം. അതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ അതിനകത്തോട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാബുദാന ഉപ്പുമാവ്. ഈ സാബുദാന വെച്ച് നമ്മൾ സാധാരണ മിക്കപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്താണ്? പായസമായിരുന്നു അല്ലേ? ഇതൊരു നോർത്ത് ഇന്ത്യൻ ഉപ്പുമാവാണ്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ സാബുദാന ഉപ്പുമാവ് നമുക്കൊന്ന് കഴിക്കാം. ശൗരി ഉപ്പുമാവ് വൃത്തിയായിട്ട് അതിനുമായിട്ടൊന്ന് ചേർക്കാം. ഇതിൽ അല്പം നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സാബുദാന വേണമെങ്കിൽ നമുക്ക് ആവി കയറ്റിയും വേണമെങ്കിൽ ഇതിനകത്തിടാം. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ആവി കയറ്റി വേണമെങ്കിലും ഈ സാബുദാന നമുക്ക് വേവിച്ചെടുക്കാം. ഇങ്ങനെ സാബുദാന ഇങ്ങനെ മാറി മാറി ഇതേ നമ്മുടെ സാബുദാന ഉപ്പുമാവ് റെഡി. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള സാബുദാന ഉപ്പുമാവ്, കാഷ്നട്ടൊക്കെ ചേർത്ത സാബുദാന ഉപ്പുമാവ്.